അത്രമാത്രം മനോഹരമായ ഒരു ദീപക്കാഴ്ചയാണ് പൗർണമിക്കാവിൽ അമ്മയുടെ നടയിൽ ഇന്ന് ഭക്തജനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മേളം വളരെ മനോഹരമായ രീതിയിൽ ഈ അന്തരീക്ഷത്തിന് ചാരുത പകരാനായി മേളം, അതുപോലെ തന്നെ അമ്മയുടെ നടയിൽ വളരെ ഭക്തിയോടുകൂടി ഒരുങ്ങി നൃത്തം ചെയ്യുന്ന പെൺമക്കൾ, അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഈ പൗർണമി ദിനത്തിൽ. വൃശ്ചിക മാസത്തിലെ പൗർണമിയാണ് ഇന്ന്. ഈ പൗർണമി ദിവസം പൗർണമിക്കാവിലാണ് ഞങ്ങളുള്ളത്. ഇവിടുത്തെ വളരെ മനോഹരമായ പ്രകാശം തുളുമ്പുന്ന ഒരു വിശേഷം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇന്ന് ലക്ഷദ്വീപമാണ്. ആ ലക്ഷദ്വീപ കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവിടെ ഭക്തർ വളരെയധികം ഭക്തിയോടുകൂടി വിളക്കുകൾ തെളിയിക്കുന്ന തിരക്കിലാണ്. പൗർണമിക്കാവിൽ അമ്മയുടെ നടയിൽ വിളക്കുകൾ തെളിയിക്കുന്ന തിരക്കിലാണ്. വൃശ്ചിക മാസത്തിലെ പൗർണമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അമ്മയുടെ നടയിൽ ലക്ഷദ്വീപം ഒരുക്കുമ്പോൾ അതിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ അമ്മയുടെ ഭക്തനും അതൊരു വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് അമ്മയുടെ നടയിലെത്തിയ ഓരോ ഭക്തനും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായാണ് കാണുന്നത്. നമുക്ക് കാണാം, അമ്പലത്തിന്റെ നടയിൽ വളരെ മനോഹരമായ ദീപങ്ങൾ കൊളുത്തി വെച്ചിരിക്കുകയാണ്. സ്ത്രീ ഭക്തജനങ്ങൾ വളരെയധികം താല്പര്യത്തോടു കൂടി ഈ വിളക്കിലെ പ്രകാശം തങ്ങളുടെ ജീവിതത്തിലും തങ്ങളുടെ കുടുംബത്തിലും തങ്ങളുടെ ഭവനങ്ങളിലും ഐശ്വര്യമായി വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓരോ സ്ത്രീകളും വളരെ ഭക്തിയോടുകൂടി ദീപം തെളിയിക്കാൻ മത്സരിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പൗർണമിക്കാവിൽ അമ്മയുടെ നടയിലെത്തി പൗർണമിക്കാവിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു ദീപം തെളിയിച്ചാൽ പോലും അത് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യമായും അനുഗ്രഹമായും കാണുന്നവരാണ് ഈ നടയിലെത്തുന്ന ഓരോ ആൾക്കാരും. ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും മലയാളികൾ അല്ലാത്തവർ പോലും ഇവിടെ പൗർണമിക്കാവിൽ അമ്മയുടെ അനുഗ്രഹം തേടി എത്താറുണ്ട്. ഇവർക്കെല്ലാവർക്കുമുള്ള ഒരു വിഷമത്തെക്കുറിച്ച് പറയാം. പൗർണമി ദിവസം മാത്രമാണ് ഇവിടെ നട തുറക്കാറുള്ളത്. അതുകൊണ്ട് ഈ മാസത്തിൽ ഒരു ദിവസം മാത്രമേ അമ്മയെ കാണാൻ എത്താൻ സാധിക്കുകയുള്ളൂ, അമ്മയെ കണ്ടു തൊഴാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ പൗർണമിക്കാവിൽ അമ്മ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും സന്തോഷവും. അവർ ഇവിടെ ഒരു ദിവസം, ഒരു പൗർണമി ദിവസം വന്ന് തൊഴുന്ന ഓരോ ആൾക്കാരും ഇവിടുത്തെ ചൈതന്യം, ഇവിടുത്തെ ഊർജം, അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ ചിന്തകൾ അതെല്ലാം മനസ്സിൽ ആവാഹിച്ച് അവരുടെ അടുത്ത ഒരു മാസക്കാലത്തെ അവരുടെ എല്ലാ എനർജിയും അതിൽ നിന്നാണ് അവർ കണ്ടെത്തുന്നത്. ആ എനർജി വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ പൗർണമി നാളിലും എല്ലാവരും പൗർണമിക്കാവിൽ അമ്മയുടെ നടയിലെത്തുന്നത്. ഈ ഒരു ദിവസം ഞങ്ങൾക്കും ഇവിടെ എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അമ്മയോടുള്ള നന്ദിയും തീർത്താൽ തീരാത്ത കടപ്പാടും ഞങ്ങളും പങ്കുവയ്ക്കുകയാണ്. അത്രമാത്രം മനോഹരമായ ഒരു ദീപക്കാഴ്ചയാണ് പൗർണമിക്കാവിൽ അമ്മയുടെ നടയിൽ ഇന്ന് ഭക്തജനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മേളം വളരെ മനോഹരമായ രീതിയിൽ ഈ അന്തരീക്ഷത്തിന് ചാരുത പകരാനായി മേളം, അതുപോലെ തന്നെ അമ്മയുടെ നടയിൽ വളരെ ഭക്തിയോടുകൂടി ഒരുങ്ങി നൃത്തം ചെയ്യുന്ന പെൺമക്കൾ, അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഈ പൗർണമി ദിനത്തിൽ അമ്മയ്ക്കായി അമ്മയുടെ ഭക്തർ ഈ നടയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ വിശേഷങ്ങളാണ് ഇനി തുടർന്ന അധ്യായങ്ങളിലൂടെ കർമ്മ ന്യൂസ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത്.